മൺഡേ റൂട്ടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ ടച്ച് വുഡ് പോളിഷിംഗ്, സ്ലീക്ക് പോളിഷിംഗ്, മെലാമിൻ പോളിഷിംഗ്, MRF PU പോളിഷിംഗ് എന്നിങ്ങനെയുള്ള പോളിഷിങ്ങിനെ കുറിച്ചായിരുന്നു പറഞ്ഞിരുന്നത്. ഇന്ന് വിവിധ ഇനം തടികൾ കൂടുതൽ കാലം നിലനിൽക്കുന്നതിനും യാതൊരു കേടും ഉണ്ടാകാതെ കൂടുതൽ കാലം നിലനിർത്തുന്നതിനുമായി അവയിലെ ഈർപ്പാംശത്തെ പൂർണ്ണമായും നീക്കം ചെയ്ത് ഭംഗിയായി ഉണക്കി പരുവപ്പെടുത്തുന്നതിനെയാണ് ടിമ്പർ സീസണിംഗ് എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ദയവായി സബ്സ്ക്രൈബ് കൂടി ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായി തടിയെക്കുറിച്ച് അല്പം കാര്യം പറയാം. ഭൂമിയിൽ സ്വയം കിളിർത്ത് വളർന്നു വന്നതോ നട്ടു വളർത്തിയതോ ആയ വൃക്ഷത്തിനെയാണ് നമ്മൾ മരം എന്ന് പറയുന്നത്. വളരെ വർഷത്തെ വളർച്ച ഉണ്ടെങ്കിലേ അതിനെ മരം എന്ന് വിളിക്കുകയുള്ളൂ. മനുഷ്യജീവിതം പോലെ ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, മരണം എന്നീ ഘട്ടങ്ങൾ അവയ്ക്കുമുണ്ട്. ഇങ്ങനെ വളർന്ന് വലുതായി വിളഞ്ഞ് വാർദ്ധക്യത്തിലായാൽ മാത്രമേ മരത്തിൻ്റെ ശരിയായ വളർച്ചയിലെത്തുകയുള്ളൂ. ഈ മരത്തിനെ മനുഷ്യൻ അവരുടെ ആവശ്യങ്ങൾക്കായി മുറിച്ച് താഴെയിട്ടാൽ പിന്നെ മരം എന്നു പറയുകയില്ല, അതിനെ തടി എന്നേ പറയുകയുള്ളൂ. ഈ തടിയെ മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള അളവുകളിൽ മുറിച്ച് കഴിയുമ്പോൾ അതിനെ തടിക്കഷ്ണം എന്നാണ് പറയുന്നത്. അതായത് ലോഗ് ടിമ്പർ എന്ന് പറയും. ഇങ്ങനെ കഷ്ണങ്ങളാക്കിയ തടിയെ പറമ്പിൽ തന്നെ 1-2 വർഷക്കാലം ഉണങ്ങുന്നതിനായി വെറുതെ ഇട്ടേക്കുമായിരുന്നു. ഈ ഉണങ്ങുവാൻ ഇട്ടേക്കുന്ന പ്രക്രിയയെയാണ് സീസണിംഗ് എന്ന് പറയുന്നത്. കുറേ കാലം പറമ്പിൽ തന്നെ കിടന്ന് കാറ്റും വെയിലും മഴയും മഞ്ഞുമൊക്കെ ഏറ്റ് സ്വയം ഉണങ്ങി പാകമായതിനു ശേഷമേ പണിത്തരങ്ങൾക്കായി എടുക്കുമായിരുന്നുള്ളൂ. കുറേ കൂടി പെട്ടെന്ന് ശരിപ്പെടുത്തുവാൻ വേണ്ടി ഒഴുകുന്ന വെള്ളത്തിൽ 2 മുതൽ 4 വരെ ആഴ്ച മുക്കിയിട്ടേക്കുമായിരുന്നു. പുളി കളയുവാൻ വേണ്ടിയാണെന്നാണ് കാരണവന്മാർ പറഞ്ഞിരുന്നത്. കോഴിക്കോട് കല്ലായിയിൽ ഇങ്ങനെ തടികൾ കൂട്ടമായി വെള്ളത്തിൽ ഇട്ടിരിക്കുന്നത് എപ്പോൾ പോയാലും കാണുവാൻ കഴിയും. ഇത് ഒരു വലിയ വ്യവസായമാണ്. ഈ പുളി കളയുന്നതിൻ്റെ പേരാണ് സീസണിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ തടി മുറിച്ച് കഷ്ണങ്ങളാക്കുമ്പോൾ അവയുടെ എണ്ണവും കണക്കുമൊക്കെ അറിയുന്നതിനും ഏതെങ്കിലും കഷ്ണം കാണാതായിട്ടുണ്ടോ എന്നൊക്കെ തിരിച്ചറിയുന്നതിനുമൊക്കെ ചില വിദ്യകളുണ്ട്. അതാണ് ഫോറസ്റ്റുകാർ ഉപയോഗിക്കുന്ന വിദ്യ. കാട്ടിലുള്ള തടി ആരെങ്കിലും മുറിച്ച് കടത്തിയാൽ അവയെല്ലാം കണ്ടുപിടിക്കുന്നതിന് ഈ വിദ്യയാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ മുറിച്ച തടിയിലും കുറ്റിയിലും സദ എന്ന് അന്നത്തെ ഡേറ്റും കൊത്തി വയ്ക്കും. അതിന് പ്രത്യേകതരം തയ്യാറാക്കിയ ഉളി ഉണ്ട്. ഈ സദ എന്ന് പറഞ്ഞാൽ സർക്കാർ തടസ്സം എന്നുള്ളതിൻ്റെ ചുരുക്കപ്പേരാണ്. ഇപ്പോൾ 5 കഷ്ണങ്ങൾ ഉണ്ടെങ്കിൽ A/E ഡേറ്റ് ബാർ മാസം ബാർ വർഷം എന്ന് എല്ലാ കഷ്ണത്തിലും കൊത്തിവയ്ക്കും. എന്നിട്ട്
ഓരോ കഷ്ണത്തിനും വെവ്വേറെ പേരുകൾ, നമ്പറുകൾ. അതായത് ഒന്നാമത്തെ കഷ്ണത്തിന് എ ബാർ എ എന്നും, രണ്ടാമത്തേതിന് എ ബാർ ബി എന്നും, മൂന്നാമത്തേതിന് എ ബാർ സി എന്നും, നാലാമത്തേതിന് എ ബാർ ഡി എന്നും, അഞ്ചാമത്തേതിന് എ ബാർ ഇ എന്നും കൊത്തിയിരിക്കും. ഇതിൽ നിന്നും ഈ തടിക്ക് എത്ര കഷ്ണങ്ങളുണ്ടെന്നും ഏകദേശം എത്ര ഉയരം ഉണ്ടായിരിക്കുമെന്നും ഏകദേശ വണ്ണം എത്ര ആയിരിക്കുമെന്നും കണക്കാക്കുവാൻ കഴിയും. എല്ലാ ഫോറസ്റ്റുകാർക്കും ഇതിനുള്ള ട്രെയിനിങ് നൽകിയിരിക്കും. അതുപോലെ തടിയുടെ ഇനം തിരിച്ചറിയുവാനും കഴിയും. ചന്ദനം, തേക്ക്, ഈട്ടി, പ്ലാവ് തുടങ്ങിയ മരങ്ങൾ അഥവാ തടിയുടെ ഇനം മിക്കവാറും ആളുകൾക്ക് തിരിച്ചറിയുവാൻ അറിയുമല്ലോ. അവയുടെയെല്ലാം പേരുകളും എല്ലാവർക്കും അറിയണമെന്നില്ല. മിക്കവാറും മരങ്ങളുടെ പേരുകളുടെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. സീസൺ ചെയ്യുന്നത് 2 തരത്തിലാണ് ഉള്ളത്. ഒന്ന് നാച്ചുറൽ സീസണിങ്, 2 ആർട്ടിഫിഷ്യൽ സീസണിങ്. ഏത് രീതിയിലായിരുന്നാലും മര ഉരുപ്പടികളിലെ ജലാംശത്തെ പൂർണ്ണമായും എന്ന് പറഞ്ഞുകൂടാ, 20% താഴെ വരെ നീക്കം ചെയ്യുകയാണ് സീസണിങ്ങിലൂടെ ചെയ്യുന്നത്. അപ്പോൾ നിൽക്കുന്ന വൃക്ഷത്തെ മരം എന്നും സ്വയം മറിഞ്ഞു വീണാലും വെട്ടിയിട്ടാലും അതിനെ തടി എന്നുമാണ് പറയുന്നത്. നിശ്ചിത അളവിൽ മുറിച്ച് അടുക്കി വയ്ക്കുന്നതിന് ലോഗ് ടിമ്പർ എന്നും പറയും. ഇനി വ്യത്യസ്ത അളവുകളിൽ സൈസ് ബൈ സൈസായി അറുത്ത് തരപ്പെടുത്തി കഴിഞ്ഞാൽ അതിനെ ഉരുപ്പടി അഥവാ ടിമ്പർ എന്നുമാണ് പറയുന്നത്. ഇങ്ങനെ പല അളവുകളിൽ അറുത്ത് ശേഖരിച്ചിട്ടുള്ള ടിമ്പറിനെ ഉണക്കിയെടുക്കുന്നതിനെയാണ് ടിമ്പർ സീസണിങ് എന്ന് പറയുന്നത്. നാച്ചുറൽ സീസണിങ് 2 വിധമാണ്. ഒന്ന് എയർ സീസണിങ്, 2 വാട്ടർ സീസണിങ്. അത് നാച്ചുറൽ സീസണിങ്ങിന് യാതൊരു ചിലവുകളും ഇല്ല. വെറുതെ പറമ്പിൽ തന്നെ മുറിച്ചിട്ടിരുന്നാൽ മതിയാകും. കുറേ കാലം അവിടെ കിടന്ന് സ്വാഭാവികമായി ഉണങ്ങും. വാട്ടർ സീസണിങ് നമുക്കറിയാം, തടി മുറിച്ച് വെള്ളത്തിൽ താഴ്ത്തിയിട്ടിരിക്കും. പുളി കളയുവാനെന്നേ പറയുകയും ചെയ്യും. അത് വെള്ളത്തിൽ 2 ആഴ്ച മുതൽ 4 ആഴ്ച കാലം വരെ വെള്ളത്തിൽ താഴ്ത്തിയിട്ടിരിക്കും. അതിനുശേഷം പുറത്തെടുത്ത് സാധാരണ സൂര്യപ്രകാശത്തിൽ ഉണക്കി എടുക്കും. ഇതിനും സമയം കൂടുതൽ വേണ്ടിവരും. പിന്നെ അടുത്തത് സമയം വളരെ കുറച്ച് മതിയാകും ആർട്ടിഫിഷ്യൽ സീസണിങ്ങിന്. അതുകൊണ്ടാണ് ആർട്ടിഫിഷ്യൽ സീസണിങ് കൂടുതലായി ചെയ്തു വരുന്നത്. വളരെ കുറഞ്ഞ സമയത്തിൽ വളരെ പെട്ടെന്ന് ഉണക്കിയെടുത്ത് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുവാൻ കഴിയും എന്നുള്ളതാണ്. പ്രാണികൾ, ഷഡ്പദങ്ങൾ എന്നിവയിൽ നിന്ന് രക്ഷിക്കുന്നതിനും ചെയ്യുന്ന പ്രവർത്തനമാണ് സംരക്ഷണം അഥവാ സീസണിങ് എന്ന് പറയുന്നത്. മുറിച്ചെടുത്ത തടിയിൽ ഏകദേശം 50% കൂടുതൽ ഈർപ്പം ഉണ്ടായിരിക്കും. എഞ്ചിനീയറിംഗ് വർക്കിന് ഉപയോഗിക്കുന്ന തടിയിൽ ഈർപ്പം 20% കുറവായിരിക്കണം. തടിയിലെ ഈർപ്പം നീക്കം ചെയ്യുന്ന പ്രക്രിയയാണ് നമ്മൾ സീസണിങ് എന്ന് പേരിൽ അറിയുന്നത്. സീസണിങ്ങിൻ്റെ ലക്ഷ്യം തടിയുടെ ഭാരം കുറയുന്നു, തന്മൂലം ട്രാൻസ്പോർട്ടിങ്ങിനും കൈകാര്യം ചെയ്യുന്നതിനും എളുപ്പമാകുന്നു, കാഠിന്യവും ബലവും വൈദ്യുതി പ്രതിരോധവും കൂട്ടുന്നു, വലിപ്പവും രൂപവും നിലനിർത്താൻ കഴിയുന്നു, പെയിൻറ്റിങ്ങും വാർണിഷിങ്ങും എളുപ്പത്തിൽ ഉപയോഗിക്കുവാൻ കഴിയും, പ്രാണികൾ, ഷഡ്പദങ്ങൾ, ഫംഗസ് എന്നിവയുടെ ആക്രമണം കുറയ്ക്കുന്നു, ജോയിൻറ്റുകൾ ഉണ്ടാക്കുന്നതിന് അനുയോജ്യമാകുന്നു, വിള്ളലുകൾ, ചുരുങ്ങൽ എന്നിവ ഉണ്ടാകുന്നതിനുള്ള സാധ്യത കുറയ്ക്കുന്നു എന്നിങ്ങനെയുള്ള ഗുണങ്ങളാണ് സീസണിങ് കൊണ്ട് തടിക്ക് ലഭിക്കുന്നത്. മുൻപേ പറഞ്ഞുവല്ലോ,
പ്രധാനമായും സീസണിങ് 2 തരം ഉണ്ട്. ഒന്ന് നാച്ചുറൽ സീസണിങ്, 2 ആർട്ടിഫിഷ്യൽ സീസണിങ്. നാച്ചുറൽ സീസണിങ് എന്ന് പറഞ്ഞാൽ അന്തരീക്ഷ വായുവിൻ്റെ സഹായത്തോടെ സാവധാനം നടത്തുന്ന രീതിയാണിത്. ഇതിനായി ഗ്രൗണ്ട് നിരപ്പാക്കിയ ശേഷം ഏകദേശം 30 സെൻറ്റിമീറ്റർ ഉയരത്തിൽ ഒരു പ്ലാറ്റ്ഫോം നിർമ്മിക്കുന്നു. അതിനു മുകളിൽ സീസണിങ് നടത്തേണ്ട തടിക്കഷ്ണങ്ങൾ നിശ്ചിത അകലത്തിൽ അടുക്കുന്നു. ഓരോ അടുക്കുകളെയും നല്ല വായുസഞ്ചാരം ലഭിക്കത്തക്ക വിധത്തിൽ സ്പേസർ കൊണ്ട് വേർതിരിച്ചിരിക്കുന്നു. 1-2 വർഷങ്ങൾ കൊണ്ട് മാത്രമേ തടിക്കുള്ളിലെ ജലാംശം നഷ്ടപ്പെട്ട് ഉപയോഗയോഗ്യമാക്കി ലഭിക്കുകയുള്ളൂ. മേൽനോട്ടത്തിൻ്റെ ആവശ്യകതയില്ല എന്നതും വളരെ കനം കൂടിയ തടികൾ പോലും വളരെ പെട്ടെന്ന് ഈ സീസണിങ്ങിന് വിധേയമാക്കാൻ കഴിയും എന്നതുമാണ് ഇതിൻ്റെ പ്രധാന നേട്ടങ്ങൾ. വളരെ കൂടുതൽ സമയമെടുക്കും എന്നതാണ് പ്രധാന കോട്ടം. അടുത്ത വാട്ടർ സീസണിങ് ചെയ്യുന്നത് തടിയെ 2 മുതൽ 4 ആഴ്ച വരെ ഒഴുകുന്ന വെള്ളത്തിൽ മുക്കിയിടുന്നു. പിന്നീട് അന്തരീക്ഷ വായുവിൽ ഉണക്കുന്നു. ഇതും സാവധാനം മാത്രമേ സീസണിങ് ചെയ്തെടുക്കുവാൻ കഴിയുകയുള്ളൂ. അടുത്തത് ആർട്ടിഫിഷ്യൽ സീസണിങ് ആണ്. നാച്ചുറൽ സീസണിങ്ങിൻ്റെ കോട്ടങ്ങളെ ഒഴിവാക്കുന്നതിനാണ് ആർട്ടിഫിഷ്യൽ സീസണിങ് നടത്തുന്നത്. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ടിമ്പറിനുള്ളിലെ ജലാംശത്തെ മാറ്റി ഉപയോഗയോഗ്യമാക്കി തീർക്കുന്ന പ്രക്രിയയാണ് ആർട്ടിഫിഷ്യൽ സീസണിങ്. ഇത് പലതരത്തിൽ ചെയ്യപ്പെടുന്നു. ഒന്നാമതായി ബോയിലിംഗ് മെത്തേഡാണ്. തടിക്കഷ്ണങ്ങളെ ജലത്തിൽ മുക്കിവെച്ച് 3 മുതൽ 4 മണിക്കൂർ വരെ തിളപ്പിച്ചതിന് ശേഷം പുറത്തെടുത്ത് വായുവിൻ്റെ സഹായത്താൽ ഉണക്കിയെടുക്കുന്ന പ്രക്രിയയാണ് ഇത്. അടുത്തത് കെമിക്കൽ സീസണിങ് ആണ്. ഇത് തടി ഉപ്പ് ജലത്തിൽ മുക്കിയിട്ട ശേഷം പുറത്തെടുത്ത് സാധാരണ രീതിയിൽ ഉണക്കുന്നു. തടിക്കുണ്ടാകുന്ന പൊട്ടലിനെ അഥവാ വിണ്ടുകീറലിനെ കുറയ്ക്കുന്നു. തടിക്കുള്ളിലെ കൃമികളെ നശിപ്പിക്കുകയും ചെയ്യും. അടുത്തത് ഇലക്ട്രിക്കൽ സീസണിങ് ആണ്. ഇലക്ട്രിക്കൽ സീസണിങ്ങിനായി ടിമ്പറിനുള്ളിൽ കൂടി ഹൈ ഫ്രീക്വൻസി ആൾട്ടർനേറ്റിംഗ് കറണ്ട് കടത്തിവിടുന്നു. തടിക്കുള്ളിലെ പ്രതിരോധത്തിൻ്റെ ഫലമായി തടിയുടെ ഉൾവശം ചൂടാകാനും അതുവഴി തടി ഉണങ്ങുവാനും കാരണമാകുന്നു. അടുത്തതായി കിൻ സീസണിങ് എന്ന ആർട്ടിഫിഷ്യൽ സീസണിങ്ങിനെ കുറിച്ചാണ്. ഇത് കിൻ എന്നു പേരുള്ള ഒരു സായിപ്പാണ് കണ്ടുപിടിച്ചത്. അദ്ദേഹം കണ്ടുപിടിച്ചത് ഒരു അടുപ്പാണ്. ആ അടുപ്പിന് അദ്ദേഹത്തിൻ്റെ പേര് തന്നെ നൽകിയിരിക്കുകയാണ്. അതാണ് കിൻ സീസണിങ് എന്നറിയപ്പെടുന്നത്. അടുത്ത വീഡിയോയിൽ ഇതിനെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ പറയുന്നതാണ്. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുവാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.